നമസ്കാരം. സംസ്ഥാനത്തെ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷ്. കൊല്ലം കളക്ടറേറ്റിലേക്ക് പ്രകടനമായി എത്തിയാണ് മുകേഷ് പത്രിക സമർപ്പിച്ചത്. മത്സ്യത്തൊഴിലാളികളാണ് മുകേഷിന് കെട്ടിവെക്കാനുള്ള തുക നൽകിയിരിക്കുന്നത്. കാസർഗോഡ് NDA സ്ഥാനാർത്ഥി അശ്വിനി പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. KN ബാലഗോപാൽ അടക്കമുള്ള നേതാക്കൾക്കൊപ്പമാണ് മുകേഷ് പത്രിക സമർപ്പിക്കാൻ എത്തിയത്. വളരെ ആവേശത്തോടെയാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നതെന്നും മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ചുവെന്നും മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇത്തവണയും കൊല്ലത്ത് ശക്തമായ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. UDF-നായി RSP നേതാവും സിറ്റിംഗ് MP-യുമായ NK പ്രേമചന്ദ്രനാണ് മത്സരിക്കുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രമായ കൊല്ലത്ത് 2019 1,48,869 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രേമചന്ദ്രൻ വിജയിച്ചത്. പ്രേമചന്ദ്രന് 4,99,667 വോട്ടുകൾ നേടിയപ്പോൾ CPM സ്ഥാനാർത്ഥിയായി എത്തിയ KN ബാലഗോപാലിന് 3,50,821 വോട്ടുകളാണ് നേടിയത്. BJP-ക്കായി മത്സരിച്ചത് അഡ്വക്കേറ്റ് KV സാബുവിന് 1,03,339 വോട്ടുകൾ ലഭിച്ചിരുന്നു. ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി നടൻ കൃഷ്ണകുമാറാണ് മത്സരിക്കാനെത്തുന്നത്. BJP-യുടെ 5ാം ഘട്ട പട്ടികയിലായിരുന്നു കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതേസമയം ഇക്കുറി മുകേഷിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. മുകേഷിന്റെ ജനപിന്തുണ വോട്ടായി മാറുമെന്നാണ് നേതൃത്വം വരുന്നത്. ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6ഇടത്തും LDF ആണ് വിജയിച്ചത്. കുണ്ടറയിൽ മാത്രമാണ് UDF-ന് വിജയിക്കാനായത്. ഇതും LDF-ന്റെ പ്രതീക്ഷ ഉയർത്തുന്നുണ്ട്. എന്നാൽ NK പ്രേമചന്ദ്രൻ മണ്ഡലത്തിൽ ഹാട്രിക് അടിക്കുമെന്നാണ് UDF-ന്റെ അവകാശവാദം. 2019 51.61% വോട്ടുകൾ നേടാൻ പ്രേമചന്ദ്രന് സാധിച്ചിരുന്നു. അത് ആവർത്തിക്കുമെന്നും ജനങ്ങൾ ഇത്തവണയും തന്നെ കൈവിടില്ലെന്നും പ്രേമചന്ദ്രൻ പറയുന്നു. സംഘർഷം ഒന്നിനും പരിഹാരമല്ലെന്ന് BJP നേതാവ് കൃഷ്ണകുമാറും പറഞ്ഞു. കൊല്ലത്തെ പ്രധാന സ്ഥാനാർത്ഥികളായ പ്രേമചന്ദ്രനും മുകേഷിനുമൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും തമാശകൾ പറഞ്ഞും കെട്ടിപ്പിടിച്ചുമാണ് പിരിഞ്ഞതെന്നും എന്തിനാണ് തങ്ങളെ ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ അടികൂടുന്നതെന്നും കൃഷ്ണകുമാറും ചോദിച്ചു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.